ഹലോ ഗായ്സ്, വെൽക്കം ടു ചിപ്പിക്കുട്ടി ആൻമി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീഷോ ഹോളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഒരു മാസം മുന്നേ ഞാൻ എനിക്കും ചിപ്പിക്കുട്ടിക്കും വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ റിവ്യൂ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാം. അതെങ്ങനെയുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്, പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ബേബീസ് ഉള്ള അമ്മമാർക്കൊക്കെ ഉപയോഗപ്പെടുമല്ലോ, അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സിൻ്റെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അതിന് മുമ്പേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് കാണിക്കാൻ പോകുന്ന ഒരു ടോപ്പ് ഷോർട്ട്സ് വിത്ത് ബോ, അതിൻ്റെ കൂടെ ഒരു ബോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ടോപ്പ് ഞാൻ ആദ്യം കാണിക്കാം. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷനും കൂടിയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് ബ്ലെൻഡാണ് കേട്ടോ, സിൽക്ക് ത്രൂ ആണ്. ഷോൾഡർ സ്റ്റാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിള്ളേർക്ക് കൈയൊക്കെ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ലൊരു പാറ്റേൺ ആണ്, നന്നായിട്ടുണ്ട് അല്ലേ, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ചെറിയൊരു എലാസ്റ്റിക് ആണ് കേട്ടോ. പിള്ളേർക്ക് കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് ഫിറ്റായിട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ബാക്കിൽ ഇങ്ങനെ എലാസ്റ്റിക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും മേലെയായിട്ട് ഇങ്ങനെ ന്യൂറിയൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതേപോലെ തന്നെ ഇതാണ് പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോർട്സ് ആണ് വരുന്നത്. ഇതൊക്കെ കുറച്ച് കമ്മിയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ഇതിൻ്റെ ബോ വന്നിട്ട് ഇതാണ് ബോ വരുന്നത് കേട്ടോ. ഇതിങ്ങനെ തലയിൽ വെച്ചിട്ടിങ്ങനെ ഈ സൈഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ കുറച്ച് കളർ ഞാൻ കണ്ടതിനും കൂടിയിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ആണ് ഇത്, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഡാർക്കല്ല, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഞാൻ കുറച്ച് ലൈറ്റ് കളറായിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ചിലപ്പം അയ്യോ ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിക്കും കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 233 ആണ്, 233 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 233 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത്. ഇനി സെക്കൻഡ് ഒന്ന് കാണിക്കാം. സെക്കൻഡായിട്ട് വന്നിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. നോക്കൂ, ഡാർക്ക്, അതായത് നേവി ബ്ലൂവിൽ ഒരു വൈറ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ടോപ്പ് വന്നിട്ട് സാധാരണ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കയ്യിലിങ്ങനെ ഒരു വി ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ അറ്റത്ത് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്, റയോൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും. ഈ പ്രിൻറ്റ് നോക്കൂ, വൈറ്റ് കളർ പ്രിൻ്റാണ്, കുറേ അധികം പ്രിൻറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് നോക്കൂ, ഒരു പ്രത്യേക സ്റ്റൈലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നല്ല, ഇത് എലാസ്റ്റിക് ആണ് കേട്ടോ. നമുക്ക് പിള്ളേർക്ക് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൈ വരുന്നുണ്ട്. ആ ടൈ ഇങ്ങനെ നമുക്ക് കെട്ടി വെക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണാൻ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. ടോപ്പും സ്കേർട്ടും നന്നായിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 197 ആണ് വരുന്നത്. 197 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ കേട്ടോ. അപ്പം ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു സിംഗിൾ ടോപ്പാണ് കേട്ടോ, ഒരു വൈറ്റ് കളറിൽ വരുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോലെയുള്ളൊരു ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് പഫ് സ്ലീവാണ് കേട്ടോ. സ്ലീവിന് ഇതിൻ്റെ അതായത് ഇപ്പം ഇവിടെ നമ്മുടെ ബോഡി പാർട്സിൽ വരുന്ന ബോഡീൻ്റെ ആ ഒരു ഇതിൽ വരുന്ന മെറ്റീരിയൽ അല്ല സ്ലീവിന് വരുന്നത് കേട്ടോ. സ്ലീവിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ പഫ് സ്ലീവാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഒരു പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ. ഇത് ഏതിൻ്റെ കൂടെയും പോകും, സൂപ്പറായിട്ടില്ല. നല്ലൊരു ഇത് മാത്രം ഇട്ടിട്ട് നമ്മളിതിൻ്റെ ഒരു കുറച്ച് നല്ല അടിപൊളി ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. 129 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് തേർഡ് വൺ വന്നിട്ട്. ഇനി ഫോർത്ത് വണ്ണ് ഒരു ഫ്രോക്കാണ് കേട്ടോ. ഒരു ഫ്രോക്കാണ് വരുന്നത്. ഇത് നമ്മുടെ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് നോക്കൂ, ഫ്ലവറിൻ്റെ ഒരു പ്രിൻ്റൊക്കെ ഉള്ളൊരു ഫ്രോക്കാണ്. നെറ്റാണ് ഫാബ്രിക് വരുന്നത്. ഇതിങ്ങനെ സ്ലീവ് അങ്ങനെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് എലാസ്റ്റിക് ആണ് വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ലീവ്ലെസ് ആണ് ഹാൻഡ് വരുന്നത്.
ഇത് ഞാൻ ഒരു തവണ അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വാഷ് ചെയ്തപ്പം ഇതിൻ്റെ പ്രിൻറ്റ് പോകുന്നതൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റൊന്നും പോകുന്നില്ല കേട്ടോ. നല്ല സൂപ്പറാണ്, നല്ല മെറ്റീരിയൽ ക്വാളിറ്റി തന്നെയാണ്. അടിയിൽ ഇങ്ങനെ ലൈനിങ് ഒക്കെ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 283. അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച 4 ഡ്രസ്സിൻ്റെയും റേറ്റ് വന്നിട്ട് ബിലോ 300 ആണ് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മീഷോയിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി ക്ലോത്തുകൾ പർച്ചേസ് ചെയ്യട്ടെ. നമുക്ക് എവിടേക്കെങ്കിലും പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മീഷോ ഹോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചിപ്പിക്കുട്ടിക്ക് 4 ഡ്രസ്സാണ് എടുത്തിട്ടുണ്ട്. 4 നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.